മുഖ്യമന്ത്രിയുടെ മകനും ഇഡിയുടെ സമൻസ് വന്നിട്ടുണ്ട് എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നു. വിവേക് കിരണ് സമൻസ് അയച്ചത് ലൈഫ് മിഷൻ കേസിലാണ്. 2023 അയച്ച സമൻസ് പ്രകാരം വിവേക് ഹാജരായിരുന്നില്ല എന്നാണ് വിവരം. ഇഡി തുടർ നടപടി സ്വീകരിക്കാത്തതിലും അവ്യക്തതയുണ്ട്. മാർഷൽ വി സെബാസ്റ്റ്യൻ ഈ വാർത്തയുടെ വിവരങ്ങൾ നമുക്ക് നൽകും. മാർഷൽ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? സമൻസ് മുഖ്യമന്ത്രിയുടെ മകന് വന്നിട്ടുണ്ട് എന്നറിയുന്നു 2023. എന്താണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്? പൂജ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ച സമൻസിന്റെ വിവരം സ്വീകരിക്കാൻ സാധിക്കുന്നത് ഇഡിയുടെ തന്നെ വെബ്സൈറ്റിലുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസോ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മറ്റ് കേന്ദ്രങ്ങളോ ഒന്നും തന്നെ ഈ വിവരം സ്ഥിരീകരിക്കുന്നില്ല. 2023 ഇങ്ങനെ ഒരു സമൻസ് അയച്ചിട്ടുള്ളത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഹാജരാകാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിനാണ് ഇഡി സമൻസ് അയച്ചത്. വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിപ്പ് ഹൗസ് എന്ന് രേഖപ്പെടുത്തി 2023 ഇങ്ങനെ ഒരു സമൻസ് വന്നത്. എന്നാൽ വിവേക് ഈ സമൻസ് അനുസരിച്ച് ഹാജരായിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ തുടർ നടപടികൾ എന്തെങ്കിലും ഈ വിഷയത്തിൽ ഇഡി എടുത്തതായിട്ടും കാണുന്നില്ല. ഇങ്ങനെ ഒരു സമൻസ് അയക്കുകയും മുഖ്യമന്ത്രിയുടെ മകനെതിരെ സമൻസ് അയക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവ്യക്തത ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുണ്ട്. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണത്തിനിടെയും വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഭവനപദ്ധതിയിലെ ക്രമക്കേട് കണ്ടെത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് ഇഡി ഇത്തരം ഒരു നോട്ടീസ് അയച്ചതെന്നാണ് വിവരം. അന്നത്തെ ഇഡി കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ പി.കെ. ആനന്ദാണ് സമൻസ് അയച്ചത്. 2023 ഫെബ്രുവരി 14 രാവിലെ 10:30 ഇഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നായിരുന്നു സമൻസ്. അതോടെയാണ് വിവേക് ഹാജരാകാതിരുന്നത്. അതേ ഓഫീസിൽ 3 ദിവസം നീണ്ട ചോദ്യം ചെയ്യലൊടുവിൽ അന്ന് രാത്രിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എൻ ശിവശങ്കരനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഈ ഒരു നടപടി അല്ലാതെ മറ്റൊരു നടപടിയും അതിനുശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. KCSO 2023-769 എന്ന വിവേകനുള്ള സമൻസ് നമ്പർ കൊച്ചി സോണൽ ഓഫീസറിനെ സൂചിപ്പിക്കുന്നതാണ് ഈ KCDFO എന്നുള്ളത്. അതേ തുടർന്നുള്ള നടപടികൾക്ക് ഇഡി എന്തുകൊണ്ട് തയ്യാറായില്ല എന്നുള്ള കാര്യത്തിൽ അബദ്ധതയാണ് ഈ വാർത്തയുടെ ഏറ്റവും വലിയ ദുരൂഹത. സമൻസിന്റെ ആധികാരികത സംബന്ധിച്ച് ഇഡിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലെ സംവിധാനം ഉന്നയിച്ച് ആണ് സ്ഥിരീകരണം വരുത്തിയിട്ടുള്ളത്. അത് വിവേക് തന്നെയാണെന്നാണ് സ്ഥിരീകരണം ലഭിക്കുന്നത്. ശരി, മാർഷൽ വി സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്. ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് 2023 അത് പ്രധാനപ്പെട്ട നടപടികളെല്ലാം നടന്ന ഒരു വർഷം കൂടിയാണ്. അന്ന് മുഖ്യമന്ത്രിയുടെ മകനും ഇഡിയുടെ സമൻസ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അന്ന് ഇഡിയുടെ ഈ വിവേക് ആ സമയം ഈ സമൻസ് ലഭിച്ചതോടുകൂടി ഹാജരായില്ല എന്നാണ് മനസ്സിലാകുന്നത്. അത് മാത്രമല്ല, അത് കഴിഞ്ഞ ഇഡിയുടെ ഈ വിഷയത്തിൽ പോലും ഇഡിയുടെ തുടർ നടപടി എന്താണ് എന്നത് സംബന്ധിച്ച വലിയൊരു അവ്യക്തതയും നിലനിൽക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമൻസ് അയച്ചത്, അതിനുശേഷമുള്ള നടപടികൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യത്തിലും അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ സമയം സംസാരിച്ചത്. മാർഷലാണ് വിവരങ്ങൾ നൽകിയത്.